അരചോര പറന്ന പെരുമ്പടി നായാടിയ താളം വരാഹരൂപം ദൈവവരീ. അമ്മേ, താലോലം തപ്പും കൊട്ടിപ്പാടും താരാട്ടിൻ നീടവുമായി വന്നു കാണാതെ പിന്നാലെയായി കണ്ണൂരും പൊത്തും കുളിർപ്പും തെന്നലായി പൊന്നും തിങ്കൾ പോറ്റും മാനെ മാനെ കുഞ്ഞിക്കല മാനെ. എന്താ റാം? ഒന്നുമില്ലാടാ, എന്തോ ഉറങ്ങാൻ പറ്റുന്നില്ല. ആ പാട്ട് ചെവിയിൽ ഇങ്ങനെ കുത്തിക്കേറുക. എവിടെന്നാ ആ പാട്ട് കേൾക്കുന്നേ ഈ പാതിരാത്രിക്ക്? പാട്ടോ? ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ. നിനക്ക് തോന്നിയതാകും. ഓ, കേൾക്കുന്നില്ലേ? എന്നാ എനിക്ക് തോന്നിയതാകും. നീ കിടന്നോ. കുട്ടികളൊന്നും ഇതുവരെ എണീറ്റില്ലേ? ഇല്ല, അപ്പൂൻ്റെ സമയമായിട്ടില്ല. പിന്നെ അവരൊക്കെ ഉറങ്ങിക്കോട്ടെ, യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ. അവൾ രാവിലെ തന്നെ പോയിട്ടുണ്ട്. അല്ല, ഇനി തിരുമേനിയെ കാണാൻ പോകുന്നില്ലേ? ആ, പോകണം. തോട്ടത്തിലൂടെ ഒന്ന് പോയിട്ട് പോകാന്ന് ഓർത്തിരിക്കുന്നത്. അമ്മായി, ആ, ഇതാരാ? എന്താ പെണ്ണ് ഈ വഴിക്കൊക്കെ? എന്റെ സുബേ, അവൾ ഇങ്ങോട്ടല്ലാതെ വേറെ എവിടേക്ക് പോകാനാ? ഇന്നലെ വന്നവരൊക്കെ എവിടെ? നീ ഉദ്ദേശിക്കുന്ന ആൾ ഇതുവരെ എണീറ്റിട്ടില്ല. പിന്നെ അവൻ റൂമിൽ ഒറ്റയ്ക്കല്ല, കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അയ്യോ, ഞാനൊന്നും പോണില്ല അമ്മാവ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. അമ്മായി, നല്ല വിശപ്പ്. കഴിക്കാൻ എന്നാതാ ഉള്ളേ? എന്നാലും ഇതുവരെ തമ്പ്രാൻ പുനർജനിച്ചില്ലേ? ഇപ്പൊ ഒരുപാട് വർഷമായില്ലേ? ഇനിയും എന്തിനാ അവരിങ്ങനെ വേദനിപ്പിക്കുന്നേ? ആഹാ, ചായ കുടിക്കാണോ? റാം, നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? ഞാനും പപ്പിയും വന്ന് ടൗൺ വരെ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ പെണ്ണുണ്ട്. നീയും വായോ? ഇല്ല, ഞാനില്ല. നീയും വാടാ. നീ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും. അമ്മ അച്ഛനും തിരുമേനിനെ കാണാൻ വേണ്ടി പോയേക്കുക. പിന്നെ ഞങ്ങൾ ആരുമില്ല. അപ്പുവാണെങ്കിൽ ക്ലാസ്സിന് പോയി. പിന്നെ ദേവു, അവളാണേൽ ആ പഴയ തറവാട്ടിലായിരിക്കും. ഇല്ലടാ, ഞാൻ ഉച്ചയ്ക്ക് ഇരുന്നോളാം. നീ പൊക്കോ. എനിക്ക് നല്ല തലവേദനയാ. ഇന്നലത്തെ കൺസേർട്ട് കേട്ടിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ആകും. ഓ, ആ എടാ, നിന്നോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ നാട്ടിൽ പുതിയതായി വരുന്നവർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടത്തെ. അത് ഈ തറവാട്ടിലെ തമ്പുരാനും പിന്നെ കാര്യസ്ഥൻ്റെ കൊച്ചുമകളും തമ്മിൽ പ്രണയത്തിലായിരുന്നെന്നും അവസാനം അവർ മരിച്ചെന്നൊക്കെ എന്തൊക്കെയോ സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ ആ പെണ്ണിൻ്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പുതിയതായി വരുന്നവർക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന്. അത് ആ പെൺകുട്ടിയുടെ പ്രാണൻ വന്നു എന്നറിയാൻ വേണ്ടി അവൾ നോക്കുന്നതാണെന്നാണ് ഒരു വിശ്വാസമുള്ളത്. ഇത് ഇന്നലെ രാത്രി ഞാൻ നിന്നോട് പറയാതിരുന്നത് നീ പേടിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ നീ പേടിക്കണ്ട. താൻ തേടുന്ന ആളല്ല ഇത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവളുടെ ശല്യം ഉണ്ടാവില്ലെന്നാ മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത്. നീ റെസ്റ്റ് ചെയ്യുക, ഞങ്ങളൊന്ന് ഇറങ്ങുക. നീയുലാവുമ്പോൾ
തമ്പുരാനല്ലെന്നറിഞ്ഞാൽ ശല്യം ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും എനിക്കെന്താ ഈ പാട്ട് കേൾക്കുന്നേ? మపద నీ సరి సని సరి ససరి సని ని సని పపని పమ మమ మగ గ మగ రి రి గ రి సా ని సా. മഹാദേവ, എന്താ ഇതിന്റെ അർത്ഥം? എന്റെ കണ്ണ് ഒന്നും കാണാൻ സാധിക്കുന്നില്ലല്ലോ. തമ്പ്ര, എന്നെ വിട്ട് പോകല്ലേ തമ്പ്ര. ഞാനും കുഞ്ഞും അങ്ങേക്കായി കാത്തിരിക്കുക തമ്പ്ര. കുട്ടി, തമ്പ്ര, അവസാനം എന്നെ തേടി വന്നല്ലേ. എൻ്റെ അടുത്തിരിക്ക്. തമ്പ്ര, ഈ നിമിഷത്തിന് വേണ്ടി ഞാൻ എത്ര കാത്തിരുന്നെന്നറിയോ? കുട്ടി, താൻ ഉദ്ദേശിക്കുന്ന ആളൽ അല്ല ഞാൻ. എന്താ തമ്പ്ര, എന്നെ പറ്റിക്കുവാണോ? എനിക്ക് കാഴ്ചയില്ലെന്നേ ഉള്ളൂ. തമ്പ്രാന്റെ സ്പർശനത്തിലൂടെ എനിക്കങ്ങേ മനസ്സിലാക്കാം. എന്താ, കുട്ടിക്ക് കാഴ്ചയില്ലെന്നോ? എന്താ തമ്പ്ര, ഇതെല്ലാം അങ്ങ് മറന്നോ? ഞാൻ കാണുന്നത് തമ്പ്രാന്റെ കണ്ണിലൂടെയല്ലേ. തമ്പ്രാനല്ലേ എൻ്റെ കണ്ണ്. ഇത്ര നാൾ കാത്തിരുന്നിട്ട് തമ്പ്രാൻ എന്നെ മറക്കുവാണോ? ഈശ്വര, ഈ കുട്ടി ഇതെന്തൊക്കെയാ പറയുന്നേ? തമ്പ്ര, അങ്ങ് പണ്ടെന്നെ വരയ്ക്കാറില്ലേ? അതുപോലെ എന്നെ ഒന്നുകൂടെ വരച്ച് ഞാൻ എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരൂ. ഇല്ലാന്ന് പറയില്ലേ തമ്പ്ര. അങ്ങ് എന്നെ വർണ്ണിക്കുന്നത് കേൾക്കാൻ ഞാൻ എത്ര നാളെ കാത്തിരിക്കുകയാണെന്നറിയോ? കുട്ടി ഇവിടെ ഇരിക്കുക, ഞാനിപ്പോ വരാം. തമ്പ്രാൻ ആകെ മാറിയല്ലോ. തിരുമേനി, എന്തെങ്കിലും പ്രശ്നം കാണുന്നുണ്ടോ? എന്തിനായിരുന്നു വിളിപ്പിച്ചത്? അത് 25ാം ഉത്സവമാവാറായി. അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങേണ്ട സമയമെടുത്തു. ഉത്സവത്തിനോടനുബന്ധിച്ച് നടത്തേണ്ട ആയില്യ പൂജയിലേക്ക് കിടക്കേണ്ട പൂജകൾ ചെയ്തു തുടങ്ങണം. അതറിയിക്കാനാണ് വിളിച്ചത്. തിരുമേനി, അത് കാർത്തിക നക്ഷത്രത്തിലെ കുട്ടി, അവൻ വേണം കാവിൽ വിളക്ക് കൊളുത്തി വസുക്കിയുടെ അംശത്തെ പുറത്തെത്തിക്കേണ്ടത്. പ്രധാനമായും അവിടെ നിന്നെ വിളിപ്പിച്ചത് നാം ഒരു കാര്യം ദർശിച്ചറിഞ്ഞു. മുല്ലശ്ശേരിയിലെ ആദി കാർത്തികയെ കാണിക്കുന്നത് ഹർഷദേവിനെയാണ്. ഹർഷദേവിൻ്റെ ജന്മനക്ഷത്രം ഇപ്പോഴും നിൽക്കുന്നത് കാർത്തികയായി തന്നെയാണ്. അതിൽ നിന്നും വ്യതിചലിക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ കാർത്തികയാണ് കാണിക്കുന്നത്. ഇപ്പോഴും ദർശനത്തിൽ അത് മാത്രം വ്യക്തമാകുന്നില്ല. എന്തായാലും ഇപ്രാവശ്യത്തെ 25ാം ഉത്സവത്തിന് കാവിൽ കയറി വിളക്ക് കൊളുത്തേണ്ടത് ഹർഷദേവ് തന്നെയാണ്. അതുകൊണ്ട് 25ാം ഉത്സവത്തിന് ശേഷമായിരിക്കണം ഹർഷദേവിൻ്റെ വിവാഹം നടക്കാവൂ. തിരുമേനി, അത് ഉത്സവത്തിന് മുന്നേ വിവാഹം നടക്കുമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്? അതെ, പക്ഷേ ഹർഷന്റെ ജന്മനക്ഷത്ര പ്രകാരം അവൻ കന്യകനായി നിന്നുകൊണ്ട് വേണം കാവിൽ വിളക്ക് കൊളുത്തേണ്ടത്. ഇത്തവണത്തെ ഉത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പൂർണ്ണമാകാതെ പോയ കുടുംബം നടത്തുന്ന ഉത്സവമാണിത്. അതുകൊണ്ട് തന്നെ ഹർഷൻ പൂർണ്ണ കന്യകനായി തന്നെ കാവിൽ വിളക്ക് കൊളുത്തണം. ഹർഷൻ കന്യകനായിട്ടല്ല കാവിൽ കയറി വിളക്ക് കത്തിക്കുന്നത് എങ്കിൽ അനന്തന് ഒരിക്കലും അവിടെ നിന്ന് മോചനം ലഭിക്കില്ല. അത് അനന്തന്റെ കോപത്തിന് കാരണമാകും. ആ കോപം തീർക്കുന്നത് ഹർഷനിലായിരിക്കും. ഹർഷന്റെ മരണം വരെ സംഭവിക്കും. അയ്യോ തിരുമേനിയുടെ കുഞ്ഞ്. ഭയപ്പെടേണ്ടതില്ല. അതിന്റെ പരിഹാരമാണ് ഹർഷന്റെ വിവാഹം 25ാം ഉത്സവത്തിന് ശേഷം നടത്തണമെന്നത്. പിന്നെ ആയില പൂജകൾ ചെയ്യേണ്ടതും ഹർഷൻ തന്നെയായിരിക്കും. തിരുമേനി, അപ്പോ ദേവുവിന്റെ വിവാഹം
25ാം ഉത്സവത്തിന് ശേഷം അവൾക്ക് പിന്നെ വിവാഹം നടക്കില്ലല്ലോ. അവളുടെ വിവാഹം എങ്ങനെ? ആ കുട്ടിയുടെ വിവാഹം പറഞ്ഞറിയിച്ചത് പ്രകാരം തന്നെ നടത്തണം. അല്ലാത്ത പക്ഷം 25ാം ഉത്സവത്തിന് ശേഷം ആ കുട്ടിക്ക് 23 22 വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ആ കുട്ടിക്ക് താലി സൗഭാഗ്യമുണ്ടാകില്ല. ശരി തിരുമേനി, എന്നാ ഞങ്ങളങ്ങോട്ട് പോയിക്കൊള്ളുക. എന്നിട്ട് പൂജകളുടെ ആരംഭം കുറിക്കാം. പിന്നെ മറക്കണ്ട, ഹർഷൻ കന്യകൻ തന്നെയായിരിക്കണം. സ്ത്രീയുമായി അവൻ ബന്ധത്തിൽ ഏർപ്പെടരുത്. ഇല്ല തിരുമേനി, അങ്ങനെ ഉണ്ടാകില്ല. ചാലിച്ച ചന്ദനത്തിൽ ചന്തമേറും ചേലല്ലേ പൊന്നേ നീ, കരിമഷി കണ്ണഴകെ നിന്നെ കണ്ടാൽ വാരി പുണരുമെടി. ചാലിച്ച ചന്ദനത്തിൽ ചന്തമേറും ചേലല്ലേ പൊന്നേ നീ, കരിമഷി കണ്ണഴകെ നിന്നെ കണ്ടാൽ വാരി പുണരുമെടി. തമ്പ്ര, എന്തായി? ആ കഴിഞ്ഞു. തമ്പ്രാൻ വരച്ചതെനിക്ക് കാണിച്ചതാ. അത് എനിക്ക് വേണ്ടി ഇപ്പോ നൃത്തം ചെയ്യുമോ? ചെയ്യാൻ തമ്പ്ര. जटाटवीगलज्जल प्रवाह पावितस्थले कलेवलम्ब्यलम्बितां भुजङ्गतुङ्गमालिकान्तमड्डमड्डमड्डमन्निनादवड्डमर्वयं चकार चण्डताण्डवं तनोतु नः शिव शिवम्. जटाकटाह सम्भ्रम भ्रमन्निलिम्ब निर्झरी विलोल वीचि वल्लरी विराजमान मूर्धनि धगद्धगद्धगज्ज्वलल्ललाट पट्ट पावके किशोर चन्द्रशेखरे रति प्रतिक्षणं मम. ദേവന്മാരെ പോലും നേരിട്ട് ഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിയും വിധമുള്ള മെയ്യഴക്, നിന്റെ നൃത്താലാപനത്തിനൊപ്പം കൂടെ താളം പിടിച്ചാടുന്ന നിന്റെ കാതിലെ കടുക്കൻ, വാലിട്ടെഴുതി മുഖത്തെ ഭാവങ്ങളെയെല്ലാം കണ്ണിലേക്ക് ആകർഷിപ്പിക്കുന്ന എനിക്ക് മാത്രം സ്വന്തമായ നിന്റെ വെള്ളാരം കണ്ണുകൾ, വിയർപ്പ് തുള്ളികളെ ഒളിപ്പിച്ചു വെച്ച് ആകാരവടിയോടെ ഉയർന്നു നിൽക്കുന്ന നിന്റെ കട്ടപ്പുരുകങ്ങൾ, ആരും തൊട്ടുപോകും വിധത്തിലുള്ള നിന്റെ ഉരുളൻ മൂക്ക്, നിന്റെ ചിരിയെ മനോഹരമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന നിന്റെ കവിൾത്തടം, മുല്ലപ്പൂ മണക്കുന്ന നിന്റെ ഇടതൂർന്ന മുടിയിഴകൾ, നിന്റെ കൈകൾ കൊണ്ട് അതിനെ നീ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. കുഞ്ഞു ചുണ്ടിനടിയിൽ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ മാത്രം അവകാശമായ നിന്റെ മനോഹരമായ മറക്ക്, ഏതോ മനോഹര ശില്പി പണിത പോലെ തോന്നിപ്പിക്കുന്ന നിന്റെ മധുരമായ അധരം. അയ്യോ കുട്ടി, എന്താ പറ്റി? കണ്ണു തുറക്ക്. ആർ യു ഓക്കെ? ആരാ? അത് ഞാൻ ഹർഷിൻ്റെ ഫ്രണ്ട് റാം. ആ, ഏട്ടൻ പറഞ്ഞിരുന്നു. അല്ല, ഏട്ടൻ എന്താ ഇവിടെ? എനിക്കെന്താ പറ്റി? തല വേദനിക്കുന്നു. താൻ ഡാൻസ് കളിക്കുമായിരുന്നു, അപ്പോൾ തല കറങ്ങി വീണു. അതാ. ഓക്കെ അല്ലേ താൻ? ഡാൻസോ? ഞാനോ? ഡോ, ഞാൻ ഓക്കെയാണ്.
റാം, ഇവൻ ഇതുവരെ റെഡിയായില്ലേ? ഇതെന്താ? ഇതിപ്പോ എന്താ? ഓ, അപ്പോ അവന് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ദേവനെ കാണാൻ എന്ത് ഭംഗിയാ. ഹർഷ, ആ, വേഗം ചെന്ന് റെഡിയായി ഇറങ്ങണതാണ് നല്ലത്. ഇല്ലേ ദേവു എന്നെ കത്തിക്കും. ഞാൻ ദോ വരുന്നു. ഹർഷ, എന്തു പറ്റിയിടാ? നിനക്കിതിലൊന്നും വിശ്വാസമില്ലാത്തതായിരുന്നല്ലോ. അതിനിപ്പോഴും എനിക്ക് വിശ്വാസമൊന്നുമില്ല. പിന്നെ കാവ്, അതൊന്നും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. സോ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. അത് നല്ലതാ. കാണാനെങ്കിലും നീ അവിടേക്ക് ഒന്ന് വരുന്നുണ്ടല്ലോ. സമാധാനം. വാ, ഇനി ലേറ്റ് തിരിച്ച് ആ വഴിക്ക് വരാൻ പറ്റില്ല. ഇറങ്ങാൻ നമുക്ക്. പരാജിത ദുരാവഹ പ്രണവാത്മിക അധികസ്വരാതുതിശാരദ നമോസ്തുതേ ശ്യാമാംബരം മുഖസാഗരം തുളസീദളം അതിസുന്ദരം കനകാസുഖം നാരീവരം ശുഭദം. ദോ പാറുവേട്ടെത്തി. റാം, നീ ദേവുവിന്റെ കൂടെ കുറച്ചു നേരം നിൽക്കോ. ഞാനൊന്ന് അവളോട് സംസാരിച്ചിട്ട് വരട്ടെ. ആ, നീ പോയിട്ട് വാ. മോളെ ദേവു, നീ ഒന്ന് ഇവനെ നോക്കിയേക്കോ. വേഗം വന്നോണം ഏട്ടത്തി. കേട്ടല്ലോ, ഇതെങ്ങാനും അച്ഛ അറിഞ്ഞ ഏത് വഴിക്ക് നിന്നാ വഴക്ക് കിട്ടണെന്ന് പറയാൻ പറ്റില്ല. ആ പെണ്ണേ, വൈകൂല. നിങ്ങൾ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് വാ. ആ രാമേട്ടാ, വാ. ഹാ, നീ എന്താ ടൗണിലേക്ക് വരാതിരുന്നത്? വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, ഓൺലൈനിലും വന്നില്ല. കാര്യം എന്തുവാ? ഇവിടെ വരൂലോ എന്ന് വെച്ചിട്ടാ ദേവുവിനെ ചാക്കിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയത്. അത് ഉണ്ണേട്ടാ, സത്യമായിട്ട് ഞാൻ ഇറങ്ങാൻ നിന്നതാ. അപ്പോഴേക്കും എൻ്റെ ചെറിയമ്മ വന്നു. പിന്നെ ഇറങ്ങാൻ പറ്റിയില്ല. ഓഹ്, ആ പുള്ളിക്കാരി എപ്പോഴും നമുക്കിടെ തടസ്സാണല്ലോ. എന്നാ പിന്നെ നിനക്കതൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഞാൻ എത്ര ടെൻസ്ഡായെന്നറിയോ. സോറി ഉണ്ണേട്ടാ, ചെറിയമ്മ വന്ന് ഓരോന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ പണിയെടുക്കലൊക്കെ ആയിരുന്നു. അതാ പിന്നെ ഞാൻ ശ്രദ്ധിക്കാതെ പോയത്. സാരമില്ല, പോട്ടെ. ഇനി പ്രാർത്ഥിച്ചോളൂ. ആദ്യമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം സാധിക്കുമെന്ന വിശ്വാസം. എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ഇവിടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കട്ടെ. നമുക്ക് അവിടെ ഇരിക്കാം. ഇവിടെ സ്നേക്ക് ഉണ്ടോ? ഇവിടെ അങ്ങനെ വരാറില്ല. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കണ്ടായി. ദോ അവിടെ ഒരു കാവുണ്ട്. അവിടെ ഫുൾ കാട് കയറി കിടക്കുക. അങ്ങോട്ട് ആരും പോകാറില്ല. അവിടെ മുഴുവൻ നാഗങ്ങളുണ്ടെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതെന്താ ആ കാവിൽ ആരും പ്രാർത്ഥിക്കാത്തത്? അത് പ്രണയ സാഫല്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുടെ കാവാണത്. അവിടേക്ക് ഒരാൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അത് ഈ തറവാട്ടിലെ കാർത്തിക നക്ഷത്രത്തിലെ ആൾക്ക് മാത്രമാണ്. അതും ഉത്സവത്തിന് വിളക്ക് കത്തിക്കാൻ വേണ്ടി മാത്രം. ഓ, സുബാമ, എന്താണ്? നല്ല പണിയിലാണല്ലോ. അതേലോ, നിങ്ങളൊക്കെ വന്നതല്ലേ. നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി നിങ്ങളെ വയറ് നിറപ്പിച്ച് സന്തോഷിപ്പിച്ച് വിടണ്ടേ. അല്ല,
പപ്പി, നീ അവരുടെ കൂടെ കാവിൽ പോയില്ലായിരുന്നോ? ഇല്ല സുബാമ, എനിക്ക് പീരീഡ്സ് ആണ്. സുബാമ എങ്ങട്ടാ, ഞാനും ഹെൽപ്പാക്കാം. അഡ്വക്കേറ്റ് വിശ്വനാഥിന്റെ മകൾ പഞ്ചമി വിശ്വനാഥിന് അടുക്കളപ്പണിയൊക്കെ അറിയോ? ഓ, കളിയാക്കൊന്നും വേണ്ട. എന്തായാലും ഞാൻ ഇങ്ങോട്ട് തന്നെ വരേണ്ടതല്ലേ. അപ്പോൾ ഒന്ന് ഹെൽപ്പാക്കാന്ന് വെച്ചപ്പോൾ അതിനെ സമ്മതിക്കില്ല അല്ലേ? ഓ, വരേണ്ടതാണല്ലേ. ആ, എന്നാ ശരി, പണിയൊക്കെ തുടങ്ങിക്കോ. ഉമ്മറത്തിണിയിൽ തന്നെ കോലത്ത് തമ്പുരാൻ ആഗമനായിട്ടുണ്ടല്ലോ. ഡാ, 3 മണിക്ക് വിട്ട ക്ലാസ്സാ, ഇപ്പൊ 6 മണിയാവാറായി. ഇത്ര നേരം നീ ഇതെവിടെയായിരുന്നു? അത് ഞാൻ കണ്ടത്തിൽ ഇന്ന് കളിയുണ്ടായിരുന്നു. കളി, തീറ്റ, ഉറക്കം, ഇത്ര മാത്രം മതിയല്ലോ. നിന്റെ പ്രായം തന്നെ ഉണ്ണിക്കും. എന്നിട്ട് അവനൊരു ജോലിയുമായി ഇപ്പൊ ഇതാ കെട്ടാനും പോവാ. നീ ഇങ്ങനെ നടന്നു. ഒരു അധ്യാപകനാകണമെന്ന് പറഞ്ഞ് MA പഠിപ്പിക്കാൻ വിട്ടു. അത് കഴിഞ്ഞ് 3 വർഷം തേരാപാര നടന്നു. എന്തെങ്കിലും ജോലിക്ക് പോടാന്ന് പറഞ്ഞാൽ അതും കേൾക്കത്തില്ല. അവസാനം കുറച്ചുകൂടെ വിവരം വെച്ച് ജോലിക്ക് കയറിക്കോട്ടെ എന്ന് വെച്ചിട്ട് BA പഠിപ്പിക്കാൻ വിട്ടു. ഇപ്പോ ആണേലോ സസ്പെൻഷനും സപ്ലിയും അതിന്റെ സപ്ലിയും മാത്രം. നന്നാവോ നീ? ഓ, ഇതെന്താ സുഭദ്ര തമ്പുരാട്ടി അടുക്കളയിലെ പാട്ട് കച്ചേരി എടുത്തുവാണോ? ഓ, അമ്മായിമ്മയും മരുമോളും കത്തിയടിക്കലാണല്ലേ. നടക്കട്ടെ. അപ്പോ അവിടെ എന്നാ ചെയ്യണേ? അത് ഞാൻ തിന്നാൻ വേണ്ടി നോക്കിയതാ. ഞാൻ കുളിച്ചിട്ട് വരാം. പപ്പി, ഇതോ അച്ഛ വിളിക്കുന്നു, എന്നാ എടുക്ക. അത് ഞാൻ പിന്നെ വിളിച്ചോളാം അമ്മേ. ഇത് എടുക്ക വേണേ. ചെല്ലേ, എന്തെങ്കിലും അത്യാവശ്യത്തിനാണെങ്കിലും വിളിക്കണത്. ഹലോ, ഉണ്ണീട്ടാ, ഇതോ മഴ. വാ. മഴ? റമേട്ടാ വാ, നമുക്ക് ആ ആലഞ്ചോടി പോയി നിൽക്കാം. അവിടെയാണെങ്കിൽ നനയില്ല. ആ, കാലം തെറ്റി പെയ്യണ മഴയാ. ഈ മഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ അത്? കാലം തെറ്റി മഴ വന്ന അത് അമ്മൻ ദേവി തരുന്ന ഒരു സൂചനയാണെന്ന വിശ്വാസം. എന്ത് സൂചനയാ? അത് 2 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോഴാണ് ഇവിടെ കാലം തെറ്റി മഴ പെയ്യാറ്. 1, അമ്മൻ ദേവി സന്തോഷം കൊണ്ട് കണ്ണ് നിറയ്ക്കുമ്പോൾ. 2, അമ്മൻ ദേവി ആഗ്രഹിച്ച കാര്യം നടക്കാൻ വേണ്ടി. ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുമ്പോഴാണ് കാലം തെറ്റി മഴ പെയ്യുന്നത്. ഓ, അങ്ങനെ. Haru, I can't wait. Please. സുബേ, എന്താ? അയ്യോ, ഇത് ചോര. ഇതെങ്ങനെ മുറിഞ്ഞു? എൻ്റെ കൈ തട്ടി ഇത് വീണു. അപ്പൊ എങ്ങനെയോ മുറിഞ്ഞതാണിത്. നോക്കട്ടെ. സന്ധ്യ ആയതുകൊണ്ടാ ചോര നിൽക്കാത്തത്. ഷോ, നിനക്ക് നോക്കിയും കണ്ടൊക്കെ ചെയ്തുകൂടെ? ചുമ്മാ പിള്ളേര് കളി കളിക്കാതെ. ഓ, എൻ്റെ ബാലേട്ടാ, അതൊന്നും കുഴപ്പമില്ല. വാ ഇങ്ങോട്ട്.
ഇനിയെങ്കിലും സൂക്ഷിച്ചൊന്ന് ചെയ്യ്. എൻ്റെ ബാലേട്ടാ, അത് വിടെ. എനിക്കെന്തോ ഒരു വല്ലായ്മ, എന്തോ ആപത്ത് വരണത് പോലെ. പിന്നെ ഇതെന്തെങ്ങനെ പതിവില്ലാത്ത മഴ, എന്തോ അനർത്ഥം വരുന്നത് പോലെ. അത് വിടെ. എന്തായാലും ഈ മഴ നല്ലൊരു സൂചനയാണ്, അതുകൊണ്ട് പേടിക്കണ്ട. ശരിക്കും അന്ന് ഞാൻ എല്ലാവരുടെ മുമ്പിൽ നാണം കിട്ടും. ഈ അപ്പുവേട്ടൻ ഞാൻ എപ്പോ കണ്ടാലും അടിപിടിയാ. ഉണ്ണേട്ടൻ സീനില്ല, പക്ഷെ അപ്പുവേട്ടൻ ഞാനാണ് കീരിയും പമ്പും. എന്താ? എങ്ങനെയാണ് ഞാൻ മിണ്ടൂല. ഞാൻ കുറേ സംസാരിച്ചു, രാമേട്ടൻ ഒന്നും പറഞ്ഞില്ല. പറയുവാണേലോ ആ ഇല്ലേ മുക്കിയും മൂളിയും പേടിച്ച് പറയുന്ന പോലെ. എങ്ങനെയാണേലും ഞാൻ മിണ്ടൂല. മര്യാദക്ക് സംസാരിച്ചാൽ മാത്രം എന്നോട് കൂട്ടുകൂടിയാ മതി. ഇല്ല, ഞാൻ സംസാരിക്കാം. ശരിക്കും സംസാരിക്കോ? ആന്നേ. എന്നാ നമുക്ക് ഫ്രണ്ട്സ്. രാമേട്ടാ, മഴ കുറഞ്ഞു, നമുക്ക് വീട്ടിലേക്ക് പോയാലോ? ഹർഷ വന്നില്ലല്ലോ. എന്റെ രാമേട്ടാ, ഉണ്ണീട്ടൻ പാറുന്റെ കൂടെ ഉള്ളത്. കമിതാക്കൾ പിന്നെ വന്നോളൂ. നമുക്കങ്ങ് പോയേക്ക്. ഒരുപാട് സമയമായി. താമസിച്ച അച്ഛനെ കൊല്ലും. അതുകൊണ്ട് വന്നേ. ഉണ്ണീട്ടാ, എനിക്ക് നല്ല പേടിയാവണോ? പേടിക്കണ്ട പാറുമ്മ, ഇതൊക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാ പേടി. പോരാത്തതിന് കല്യാണം കഴിഞ്ഞിട്ടില്ല, അതിൻ്റെയാ. എൻ്റെ പെണ്ണെ, കൂടി ഒരു 1 വീക്ക് അത്രയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നീ എൻ്റെ മാത്രമല്ലേ. എന്നാലും ചെയ്തതൊക്കെ വലിയ തെറ്റാണെന്ന് തോന്നുന്നു. പാറുമ്മ, ഇങ്ങ് നോക്കിക്കേ. ഞാനില്ലേ നിനക്ക്, പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഉണ്ണേട്ടാ, നമുക്ക് പോകാം. ഒരുപാട് താമസിച്ചു. നീ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, വായിട്ടാ. ഹർഷ, നിന്റെ വിവാഹം കുറച്ചുകൂടെ താമസിപ്പിക്കണമെന്നാ തിരുമേനി പറഞ്ഞത്. ആണോ? അച്ഛാ, അപ്പം ദേവു അവൾക്ക് 23 ആകില്ലേ? അവളുടെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും. ആ. രണ്ട് വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് എനിക്കെന്തോ വല്ലാത്തൊരാശ്വാസം തോന്നിയത് ഇന്നാണ്. ആ കുട്ടി, ഹർഷൻ്റെ പെങ്ങൾ ദേവു, അവളോട് സംസാരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനവും ആശ്വാസവും എല്ലാം എനിക്കുണ്ടായി. എന്താണെന്നറിയില്ല, അവളെപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവളുടെ കൂടെ ഉണ്ടായിരുന്ന അത്രയും സമയം ഞാൻ എന്നെ തന്നെ, എൻ്റെ മനസ്സിനെ തന്നെ ഞാൻ മറന്നുപോയി. ഐ ഹോപ്പ് അവളിലൂടെ എനിക്ക് എന്നെ തന്നെ മാറ്റാൻ സാധിക്കുമെന്ന്. മിസ് യു. പ്ലീസ്, എനിക്ക് വല്ലാതാകുന്നു. ഞാൻ നിങ്ങളുടെ തമ്പുരാനല്ല. ജസ്റ്റ് ലീവ് ഇറ്റ് പ്ലീസ്. റാം, റാം. എൻ്റെ മഹാദേവ, ഒരുപാട് നന്ദിയുണ്ട്.
ആഹാ, മോൻ ഇവൾക്കിടെ പൊട്ടത്തരൊക്കെ കേട്ടിരിക്കുവാണോ? ആ അച്ഛാ. അച്ഛേ, ഞങ്ങളുടെ ആ ഫ്ലോ അങ്ങ് കളഞ്ഞു. ഉവ്വ, ഒരാഴ്ചയും കൂടി ഉള്ളൂ ഇനി കല്യാണത്തിന്. ആ അടുക്കളയിൽ കയറി വല്ലതും ഉണ്ടാക്കാൻ പഠിക്കുമെന്നേ. ടുഡേ ഐ ഫീൽ സാഡ്. എന്താണെന്നറിയില്ല. ഹർഷന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞത് മുതൽ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. അവളുടെ കല്യാണം കഴിക്കുന്നതിൽ എനിക്കെന്തിനാ വിഷമം വരുന്നേ? എനിക്ക് അവളെ ഇഷ്ടമാണ്. ബട്ട് വേണ്ട, നമുക്കിത് ചേരില്ല. ആഗ്രഹിക്കാൻ പാടില്ലാത്ത ഒന്നിനോടും പ്രിയം കാട്ടരുത്. ബട്ട് I'm stuck. പട്ടുചേലയെടുത്തു കെട്ടി കണ്ണാടി നോക്കി നീ നിന്നാലേ അഴകുത്ത പെണ്ണൊരുത്തി നിന്നെ കണ്ടാൽ ആരൊന്നും നോക്കിപ്പോകും. വല്യേട്ടാ, ഇനി എന്താ ചെയ്യാ? വിവാഹത്തിന് ഇനി 4 ദിവസം കൂടി ഉള്ളൂ. ഇനി വിവാഹം നടന്നില്ലെങ്കിൽ തറവാടിനാകെ നാണക്കേടാണ്. നോക്കാം. ദേവു, ആ അയ്യേ, കരയുവാണോ? എനിക്ക് വിഷമമൊന്നുമില്ല ഏട്ടാ, ഞാൻ ഹാപ്പിയാണ്. അച്ഛൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഈ മാരേജിനെ സമ്മതിച്ചത് തന്നെ. നടന്നില്ലെങ്കിൽ എനിക്കെൻ്റെ നൃത്തവും പാട്ടുമൊക്കെയായി ജീവിച്ചു പോണതിൽ സന്തോഷമേ ഉള്ളൂ. പോട്ടെ, അവൻ നിന്നെ ഡിസേർവ് ചെയ്യുന്നില്ല. എന്തായാലും അവൻ ഒളിച്ചോടി പോയത് നന്നായി. കെട്ടിന്റെ സമയത്തായിരുന്നേലോ എല്ലാവരും തളർന്നേനെ. അതുകൊണ്ട് ഇപ്പൊ നടന്നത് നന്നായി. സന്തോഷത്തോടെ ഇരിക്കുക. നിനക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അത് ആലോചിക്കാം. പക്ഷേ ആ കുട്ടി സമ്മതിക്കോ ഇതിന്? അതുപോലെ വീട്ടുകാരും. ദേവുവിന് ഞാൻ പറഞ്ഞ മനസ്സിലാക്കും. ഞാൻ അവനോടത് സംസാരിച്ച് നോക്കാം. ആ ഡാ, ഈയിടെയായിട്ട് നല്ല ആലോചനയിലാണല്ലോ. അങ്ങനെയൊന്നുമില്ലടാ. ആ പിന്നെ, നീ എന്നെ ഇങ്ങോട്ടേക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്നത് നന്നായി. ഞാൻ നല്ല ബെറ്റർ ആവുന്നതായി എനിക്ക് തോന്നുന്നുണ്ട്. അത് നിനക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും തോന്നുന്നുണ്ട്. റാം, ഞാൻ നിന്നോടെ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താണിത്? നമുക്കിടയിൽ എന്തിന് ഇത്തരം ഒരു ഫോർമാലിറ്റീസൊക്കെ ചോദിക്കുന്നയാ? അത് ദേവു, അവളുടെ കാര്യം നീ അറിഞ്ഞോലോ. അച്ഛയും അമ്മയൊക്കെ ഇപ്പൊ വല്ലാത്ത പ്രതിസന്ധിയിലാ. 4 ദിവസം കൂടി ഉള്ളൂ ഇനി മാരേജിന്. അപ്പോളാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷേ ഇപ്പോ അവളുടെ മാരേജ് നടത്തിയില്ലെങ്കിൽ പിന്നീട് അവൾക്ക് താലി സൗഭാഗ്യം ഉണ്ടാവില്ലെന്നാ തിരുമേനി പറഞ്ഞത്. ഡാ, ഞാൻ പറഞ്ഞു വരുന്നത്, നിന്റെ കൂടെ അവൾ ഹാപ്പിയാണ്. എൻ്റെ പെങ്ങളെ നീ സ്വീകരിക്കുമോ നിന്റെ ജീവിതത്തിലേക്ക്? അത് ഹർഷ, നിനക്കതിന് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം മതി. ഐ ഹോപ്പ് നിന്റെ കൂടെ അവൾ ഹാപ്പിയാണെന്ന്. ഇവിടെ വെച്ച് സംസാരിക്കുമ്പോഴായാലും നിങ്ങൾ തമ്മിൽ നല്ല കൂട്ടാണ്. ദേവു അങ്ങനെ ബോയ്സിനോട് പെട്ടെന്ന് കമ്പനി ആവുന്നതല്ല. ബട്ട് നിന്നോട് പെട്ടെന്ന് അവൾ കൂട്ടായി. വേറെ വഴി ഞാൻ കാണുന്നില്ലടാ. അതാ നിന്നോട് ചോദിക്കുന്നത്. ഡാ, അത് ഞാൻ എന്താ പറയാ, എനിക്ക് അവളോടൊന്ന്
ദേവു, ഞാൻ ഒരു കാര്യം ചോദിക്കാമെന്നതാണ്. അച്ഛ പറഞ്ഞിരുന്നു. എനിക്ക് ഓക്കെയാണ് രാമേട്ട. എൻ്റെ ആദ്യ വിവാഹം ഉറപ്പിച്ച ശേഷമാണ് അച്ഛയമ്മയും എന്നോടത് പറയുന്നത്. പക്ഷേ എനിക്കതിൽ വിരോധമൊന്നുമില്ലാട്ടോ. കാരണം അച്ഛയ്ക്കും അമ്മയ്ക്കും ഏട്ടന്മാർക്കും ഇഷ്ടപ്പെട്ടതാ എനിക്കും ഇഷ്ടം. അതുകൊണ്ടാ ഞാൻ അതിനെ സമ്മതിച്ചത്. പിന്നെ ആകെയുള്ള ഒരു വിഷമം പാട്ടും കലാക്ഷേത്രയൊക്കെ വിട്ട് പോകണല്ലോ എന്നോർത്തായിരുന്നു. പക്ഷേ അത് പോയി. ഇനി അത് പോട്ടെ. എന്തായാലും രാമേട്ടൻ പറഞ്ഞതുപോലെ വിവാഹത്തിന് നിൽക്കുമ്പോൾ നാണം കെടേണ്ടി വന്നില്ലല്ലോ. ദേവു, ഞാൻ ചോദിക്കുന്ന നിന്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഏട്ടന്മാരുടെയോ ഇഷ്ടമല്ല. നിന്റെ ഇഷ്ടം എന്താണെന്നാ ഞാൻ ചോദിക്കുന്നത്. നീയാണ് എൻ്റെ കൂടെ ജീവിക്കുന്നത്. നിന്റെ തീരുമാനമാണ് എനിക്കറിയേണ്ടത്. എനിക്ക് അറിയില്ല രാമേട്ട. എന്തോ മറ്റൊരാളോടും തോന്നാത്ത എന്തോ ഒന്ന് രാമേട്ടനോടുണ്ട്. അത് മാത്രം എനിക്കറിയാം. രാമേട്ടൻ്റെ കൂടെ സംസാരിച്ചിരിക്കാനൊക്കെയാ എനിക്ക് തോന്നുന്നത്. അത് പ്രണയമാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. ദേവു, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്കും ഇതേ അവസ്ഥയാണ്. ഐ നോ വൺ തിങ്. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. വളരെ കുറച്ച് സമയം കൊണ്ടാണ് നീ എന്നിലേക്ക് ആളിപ്പടർന്ന് കയറിയത്. എനിക്ക് സമ്മത നിന്നെ എൻ്റേതാക്കി മാറ്റാൻ. തിരുമേനി റാമിന്റെ ജാതകം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ തിരുമേനി, എന്തെങ്കിലും പ്രശ്നം കാണുന്നുണ്ടോ? അത് ഒന്നല്ല, ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ കുട്ടിയുടെ ജാതകത്തിൽ നാം കാണുന്നത്. എന്താ അത്? ഈ 2 ജാതകങ്ങൾ തമ്മിൽ 10-ൽ 10 പൊരുത്തം തന്നെയാണ്. അതുകൊണ്ട് കല്യാണത്തിന് യാതൊരുവിധ തടസ്സവും കാണുന്നില്ല. എന്നാൽ മറ്റൊരു കാര്യം, ഈ കുട്ടിയുടെ ജാതക നക്ഷത്രം കാർത്തികയാണ്. അതുപോലെ ഒന്നുണ്ട്, ഈ കുട്ടി ഹർഷന്റെ സുഹൃത്താണെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഈ കുട്ടിക്ക് നമ്മുടെ തറവാടുമായി ഒരു ബന്ധം കാണിക്കുന്നുണ്ട്. ഇല്ലല്ലോ തിരുമേനി. ആ കുട്ടിയുടെ അച്ഛനും അമ്മയുമൊക്കെ ബാംഗ്ലൂർ തന്നെയാ ജനിച്ചതും ജീവിച്ചതുമൊക്കെ. നാട്ടിലാരും ബന്ധുക്കളായിട്ടില്ല. നാട്ടിലുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഈ കുട്ടി ശ്രേഷ്ഠയുടെ തലമുറയായിട്ടാണ് കാണിക്കുന്നത്. ശ്രേഷ്ഠ? അത് എങ്ങനെ? ഈ തറവാടുമായി, അതും എവിടെയോ കിടക്കുന്ന അവർക്കെങ്ങനെ ബന്ധമുണ്ടാകുന്നത്? യാതൊരു ബന്ധവും ഇല്ല എന്നല്ല സുഭദ്ര കുഞ്ഞെ. ശിവന്റെ ശാപത്തിലുള്ള കാർത്തിക അനന്തന്റെ സ്വന്തം കുഞ്ഞാണ്. സ്വന്തം കുഞ്ഞ് വിളക്ക് കൊളുത്തിയാലേ അനന്തന് പുറത്തിറങ്ങാൻ സാധിക്കൂ. എന്നാൽ അനന്തന്റെ ആഗ്രഹം അവന്റെ കുഞ്ഞൊരിക്കലും ഈ തറവാടിന്റെ അംശത്തോടെ ആയിരിക്കല്ല ജനിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാണ് ആ കുഞ്ഞ് ശ്രേഷ്ഠയുടെ തലമുറയിൽ വന്ന് ജനിച്ചത്. അതുകൊണ്ട് ആ കാവിൽ വിളക്ക് കത്തിക്കേണ്ട ഏറ്റവും യോഗ്യത ഈ കുട്ടിക്കാണ്, അനന്തന്റെയും ശ്രേഷ്ഠയുടെയും സ്വന്തം കുഞ്ഞിന്. ഈ കുഞ്ഞിനെ ഇവിടെ എത്തിച്ചത് അമ്മൻ ദേവി തന്നെയായിരുന്നു. അതിനുവേണ്ടി അമ്മൻ ദേവി തിരഞ്ഞെടുത്തത് ഹർഷ് ദേവിനെയായിരുന്നു. ഹർഷ് ദേവും അഖിൽ ദേവും ജനിച്ചത് മിനിറ്റുകളുടെ വ്യത്യാസത്തിലായിരുന്നെങ്കിലും ഹർഷ് ദേവിന്റെ നക്ഷത്രം രോഹിണിയും കാർത്തികയുമായി കാണിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും ഹർഷൻ രോഹിണി നക്ഷത്രമായിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം ഉത്സവം നടക്കുമെന്നല്ലേ തിരുമേനി? അതെ, പൂർണ്ണമായും ഉത്സവം നടക്കും. അതിനു മുന്നേ ഇവരുടെ വിവാഹം നടത്തണം. കാരണം ശ്രേഷ്ഠയായ അമ്മൻ ദേവി തൻ്റെ പുനർജന്മത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ദേവികയാണ്. ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ശ്രേഷ്ഠയുടെ അതേ ജന്മനക്ഷത്രത്തിലും രാശിയിലും അതേ സമയത്തും ജനിച്ച കുട്ടിയാണ് ദേവിക. അതുകൊണ്ട് ദേവികയുടെയും തൻ്റെ മകനിലൂടെയുമാണ് ഈ നാടിൻ്റെ അമ്മൻ ദേവി പുനർജനിക്കുന്നത്. പിന്നെ ഹർഷന്റെ വിവാഹവും കൂടെ നടത്തിക്കോളൂ.
അതിനി അധിക നാൾ നീട്ടണ്ട. കാരണം കോലത്തെ പുതിയ തലമുറയിലെ ആദ്യ കുട്ടി തമ്പുരാൻ അമ്മയുടെ ഉദയത്തിൽ ജന്മമെടുത്തിട്ടുണ്ട്. തിരുമേനി, അതെന്താ? ഹർഷദേവ് തന്നെ വന്ന് പറയും അത് എന്താണെന്ന്. നിങ്ങളതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക്. എന്നാ നിങ്ങൾ ഇറങ്ങിക്കൊള്ളൂ. പ്രശ്നങ്ങളൊക്കെ മാറാൻ തുടങ്ങുന്നു. ഇനി വേണ്ടത് അതിനുവേണ്ട സാഹചര്യം ഒരുക്കുക എന്നതാണ്. അതിൻ്റെ ആദ്യപടിയായി വിവാഹത്തിനുള്ളത് തയ്യാറാക്കുക. അച്ഛേ, അമ്മേ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ തെറ്റാണ്, സോറി. ഞങ്ങളുടെ കല്യാണം ഇത്രയും പെട്ടെന്ന് തന്നെ ആക്കണം. ഞാൻ കാരണം പാറു പ്രഗ്നൻ്റ് ആണ്. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തേ? പിന്നെ പൂച്ച കണ്ണടിച്ച് പാല് കുടിച്ച ആരും അറിയില്ലെന്ന് വിചാരിച്ചോ? ഡാ, നിനക്ക് കാന്താരി പഴിപ്പിച്ച് വെക്കാത്തതിൻ്റെ കുറവാ. കുഴപ്പമൊന്നും ഇല്ലാത്തോണ്ട് നിന്നെ ഒന്നും പറയാത്തത്. ഇനി കല്യാണം കഴിയുന്ന മുന്നേ നീ അവളെങ്ങാനും കണ്ട നിന്റെ മുട്ടുകാല് തല്ലി ഒടിക്കും ഞാൻ. കയറിപ്പോടകത്തേക്ക്. കുഞ്ഞെ, ചെന്ന് വിളക്ക് കൊളുത്ത്. നീ വേണം അനന്തന്റെ ബന്ധനം വിച്ഛേദിക്കേണ്ടത്. ചെല്, പ്രാർത്ഥിച്ച് വിളക്ക് കൊളുത്ത്. കോവിലണഞ്ഞു നീ നാട് വാഴ. താലോലം തപ്പു കൊട്ടിപ്പാടും താരാട്ടിൻ നീടവുമായി വന്നു കാണാതെ പിന്നാലെയായി കണ്ണൂരും പൊത്തും കുളിർപ്പും തെന്നലായി പൊന്നും തിങ്കൾ പോറ്റും മാനെ മാനെ കുഞ്ഞിക്കല മാനെ. കുഞ്ഞി, അമ്മേനിട്ട് ഓടിക്കല്ലേ, പറയണ കേൾക്ക. വന്നേ, കഴിക്കുഞ്ഞേ. എന്തുവാ പപ്പിക്കുട്ടി ഇവിടെ ഒരു ബഹളം? എന്റെ ദേവുട്ടി,
ഇത് നിന്റെ അപ്പേട്ടന്റെ തനി പകർപ്പാണ്. ഒന്നും കഴിക്കാൻ ഇരുന്ന് തരുന്നില്ല. അതിങ്ങത്താ, ഞാൻ കൊടുത്തോളാം. കുഞ്ഞി, ഇങ്ങ് വന്നേ, അമ്മായി തരാം എന്റെ പൊന്നിന്. ദേവമ്മായി, എനിക്കൂടെ തരുവോ? പിന്നെന്താ, തരാലോ. ചിക്കങ്ങുവ. തിരുമേനിയുടെ അടുത്ത് നിങ്ങളൊന്ന് പോ. ഇപ്പോ മാരേജ് കഴിഞ്ഞിട്ട് 4 വർഷമായില്ലേ? പോകാം. നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? അമ്മൻ ദേവിയുടെ സമയമാകുന്നതേയുള്ളൂ. സമയമാകുമ്പോൾ അമ്മൻ ദേവി വരും. അതുവരെ കാത്തിരിക്കുക. മാനത്തൊന്നമ്പിളി മാമനെ കാണാൻ മാറത്തു നീയൊന്നു ചാഞ്ഞിട്. മഞ്ജുനിലാവിൻ മഞ്ജിമയോടെന്നും കൊഞ്ചിക്കൊണ്ടെന്നിട നെഞ്ചിലായി. Take me there, I know this journey ends. Wake me up, I need to breathe again. I need വസു